വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിതാ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ, റോഡിലാണ്. നായ്ക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് സേമിയ ഇരിക്കുന്നുണ്ട് കുറേ ആയിട്ട്. അപ്പോൾ മക്കൾ സേമിയ പായസം വെച്ച് കൊടുത്താലൊന്നും കുടിക്കില്ല. പിന്നെ റിയാസ്കാർക്കും സേമിയ പായസമൊന്നും ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ആരും അതങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് മുട്ടായി പോലെ സ്നാക്സ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചിട്ട്, ഒരു പുഡിങ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ സേമിയ ഉണ്ട്, പാലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട 2 സാധനങ്ങളില്ല. അപ്പം ഞാൻ കുട്ടികളെയും കൂട്ടി ഒന്ന് കടയിലേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ പോവില്ല, ഞാൻ റോഡിൽ അവിടെ നിൽക്കുള്ളൂ കേട്ടോ. റിയാസ്ഖാൻ ഇത്ര നേരം കാണാനില്ല, അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഉണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കുട്ടികളെടുത്ത് കഴിച്ചു കേട്ടോ, ഒന്നുമില്ല. അപ്പോൾ അതും കുറച്ച് വേറെ 2 സാധനം കൂടി വാങ്ങണം. അപ്പോൾ അതിനുവേണ്ടി റിൻഷിമോളും ഞാനും കടയ്ക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ റോഡിൻ്റെ അവിടെ നിൽക്കും, റിൻഷിമോൾ പോയി മേടിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ല, കാരണം ഇവിടെ നിറയെ നായ്ക്കളുണ്ട്. അപ്പോൾ മക്കളെ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ല. ഇപ്പോഴത്തെ പഴയ കാലമല്ലേ, ഇപ്പോൾ പുതിയ എന്താ പറയുക, കുട്ടികളെ പുറത്തക്കാരൊക്കെ ഉള്ള സമയമല്ലേ. കുട്ടികളെ അങ്ങനെ റോഡിലേക്ക് ഒറ്റയ്ക്ക് വിടാനൊന്നും പറ്റില്ല. എനിക്ക് പേടിയാണ് കേട്ടോ. അതൊക്കെ കണ്ടില്ല, ഇവിടെ നിറയെ വീരന്മാരൊക്കെ ഉണ്ട്, നിറയെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത് വീഡിയോ ഇഷ്ടമാണ്, ലൈക്ക് അടിക്കണേ. അപ്പോൾ റിൻഷിമോളും റിച്ച്കുട്ടി അവിടെ നടന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ കടയിലേക്ക് പോകട്ടോ. കുറച്ച് ദൂരം പോകണം കേട്ടോ ഇവിടുന്ന് കടയിലേക്ക്. അറ്റം വരെ റോട്ടിലേക്ക് പോകണം. റിൻഷിമോള് പോയി സൈക്കിളിലാണ് പോകുക. അവള് സൈക്കിളിൽ പോകണമെങ്കിൽ ഇവിടെ നിറയെ നായ്ക്കളുണ്ട്, എന്നാലും പേടിയാണ്. ഇതാട്ടോ ഞാൻ പറഞ്ഞില്ലേ, 2 വീട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു വീട് ഇതാ പൊന്തിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പണിക്ക് ആളൊന്നും കാണാനില്ല. നിറയെ നായ്ക്കളുണ്ട് ഇവിടെ. റബ്ബേ, മക്കളെ ഒന്നും ഒറ്റയ്ക്ക് വിടാനേ പറ്റൂല. എന്താ നായ്ക്കൾ നോക്കും. കുട്ടികളൊക്കെ അവിടെ എത്തി. ഞങ്ങൾ കടയിൽ പോയിട്ട് വരാം അല്ലേ. നമ്മുടെ ടിക്കു ഇതാ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കണ്ട വാലാട്ട്. ടിക്കു ടിക്കു നാട്ടാണീ വീട്, വീട് പിന്നെ പേടിയാണ് അല്ലേ. ഇത് ഇവിടുത്തെ ആയിക്കോട്ടെ അല്ലേ. ഓടുന്നു. എന്താ രസം എടുത്ത് കടയിൽ അതാ കിട്ടിയുള്ളൂ. നമുക്കുള്ളത് സജസ്റ്റ് ചെയ്യുക. നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ സേമിയ മൊത്തം ഒന്ന് പൊടിച്ചിടും കേട്ടോ. ഇതിലേക്ക് പൊടിച്ചിടാം. നമുക്ക് എത്ര എടുക്കണം അതിനനുസരിച്ചിട്ട്. ഇതിപ്പോൾ ഒരു കപ്പ് ഉണ്ടാവും. എടുക്കട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. നമുക്ക് ഏത് സേമിയ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ കുറച്ച് ഈ ലെവലിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എത്രയും പൊടിക്കാൻ പറ്റുന്നോ അത്രയും നമുക്ക് പൊടിച്ചെടുക്കാം. ഒരു ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും പോരാട്ടോ. അപ്പോൾ നമുക്ക് ഇതേ കിട്ടിയുള്ളൂ. ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ തോനുണ്ടെങ്കിൽ നിങ്ങൾ തോന ഇട്ടോളി. അപ്പോൾ ഞാൻ ഈ നെയ്യടപ്പം ഒന്ന് തുറക്കട്ടെ. നെയ്യടപ്പം ബലമായി തുറന്നിട്ടുണ്ട്. ഈ നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ലേശം നെയ്യ് ഒഴിച്ചിട്ട് വത്തലെന്തിരി കാട്ടി. വത്തല എനിക്കും കിട്ടിയില്ല, അവരെന്താ കാട്ടിയതാണ്. നമ്മൾ ഇതൊന്ന് നല്ലൊന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല വന്നിട്ടുണ്ട്. മുന്തിരിയൊക്കെ ബലൂൺ പോലെ വീർത്തിട്ടുണ്ട്. നമ്മുടെ ക്യാഷ് ഒന്ന് കുറച്ച് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നിറയെ ഇട്ടാൽ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്ത് പിന്നെ വേറെ മാറ്റിയാക്കാം. അത് മുകളിൽ ഇങ്ങനെ ഇടാനാണ് കേട്ടോ. നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. സേമിയ പൊട്ടിക്കൊടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന്
നല്ല ഒന്ന് നെയ്യിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് പശുവും പാലാണ്. ഏത് പാലാണ് എടുക്കാം. 1 കപ്പ് പശുവും പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒരു കപ്പ് എടുത്ത് 1.5 കപ്പ് എടുക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാൻ. അതിനനുസരിച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ചേർത്തുന്നത് ഇപ്പോൾ നമ്മുടെ പശുവും പാലായ കാരണം കൊണ്ട് ഓൾറെഡി യെല്ലോ കളർ ഉണ്ട് കേട്ടതിന്. പാലും വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെക്കാനുള്ളൊരു സൗകര്യമില്ല. എക്സ്ട്രാ നമ്മൾ പാൽപ്പൊടി കേട്ടോ ചേർക്കുന്നത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ 1 പാക്കറ്റ് ഫുള്ള് ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കളർ ഇടണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയോ ഫുഡ് കളർ അതിനുള്ളിൽ ഇടാം. പാൽപ്പൊടി ഇട്ടത് നമ്മൾ വേഗം ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കണം. പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കണം. നമുക്ക് കുറച്ച് മധുരം മതി അല്ലേ? ടേസ്റ്റ് വേണ്ടേ? ആവശ്യത്തിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. മധുരം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറുകണ്ടത് ഇതൊന്ന് വറ്റി വരണം. നല്ലപോലെ വറ്റി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളകി വരട്ടെ. അപ്പോൾ ഇത് ഈ ലെവലായിട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാൽപ്പൊടിയും പാലൊക്കെ ഒന്ന് വറ്റി വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ വേണമെങ്കിൽ ചേർത്തോളാം. ഞാനപ്പോൾ വൈറ്റിൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കളറൊന്നും ചേർത്താത്തത്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇത്തിരി നെയ്യ് തടവി കൊടുത്തിട്ട് നമ്മുടെ ഈ സാധനം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് തിരിച്ചെടുത്ത് ഒഴിക്കട്ടെ. ചൂടാറുമ്പത്തിന് ഒഴിച്ച് കൊടുക്കണേ. പാത്രത്തിൽ ഒഴിച്ച ശേഷം സെറ്റാക്കി കൊടുക്കുക. കേട്ടോ. വെറുതെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാമായിരുന്നു. ഇപ്പം ഞാനൊരു കറക്റ്റായിട്ട് എല്ലാവർക്കും ഇങ്ങനെ മുറിച്ചെടുക്കണ പോലെ ആക്കിയതാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ചൂടാറുന്ന മുമ്പ് അതിന് നമ്മുടെ ഇനി ഇത് ഇങ്ങനെ മുകളിൽ ഒരു ഭംഗിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചായതുകൊണ്ട് നിറയെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു ഭംഗിക്ക് ഇങ്ങനെ കിടക്കട്ടെ അല്ലേ? ഒരു ഭംഗിക്ക് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മറിച്ചെടുക്കാം. ഇപ്പോഴത് കാണുമോ? ഇത് ഇതിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് നല്ല വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് മറിച്ചിടാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ക്യാഷ് അപ്പോൾ ഇതിലേക്ക് ചാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക സേമിയ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് എടുക്കും. നമ്മുടെ എല്ലാം എന്താ പറയുക കേക്ക് പോലെ തന്നെ ഉണ്ടല്ലേ? എല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ കേക്ക് പോലെ തന്നെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരേ അടിമക്കാണാവും. എനിക്ക് കൊണ്ട് പീസാക്കിയിട്ട് കൊടുത്താൽ ഓരോ പീസ് എല്ലാവർക്കും എടുത്ത് കഴിക്കാമല്ലോ. റിയാസ്ക്ക് പിന്നെ പാലിൻ്റെ ഒന്നും കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് സംഭവം മൂപ്പര് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പാലിൻ്റെ സംഭവങ്ങളൊന്നും റിയാസ്ക്ക് കഴിക്കൂല. കാണുന്നതേ ഇഷ്ടമല്ല കേട്ടോ. അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഒരുമാതിരി. അപ്പം ഞാനിതൊക്കെ ഒന്ന് പീസാക്കിയിട്ട് എല്ലാവർക്കും ഓരോ കഷ്ണം എടുത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പം തന്നെ പാത്രമൊക്കെ വലിയ വലിയ പാത്രം എടുത്ത് മുമ്പർത്ത് ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ റെജിക്കുട്ടിക്കും റെജീസ്കുട്ടിക്കും റിൻഷിമോൾക്കും ഒക്കെ പീസാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കുമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം റിയലായിട്ടാണ് വോയിസ് എടുത്തത്. നോക്കുമ്പോൾ പിന്നെ സൗണ്ട് കാരണം ഞാൻ പിന്നെ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ അവർ ഒരേ ഒച്ച ഇതാണ്. പിന്നെ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്താം. പക്ഷെ ഇത് സാധാ അങ്ങനെ കഴിക്കാനാട്ടോ രസം. അപ്പോൾ ഞാൻ ഉമ്മാക്കൊരു കഷ്ണം കൊടുത്താണ്. ഞാൻ റിൻഷിമോൾക്കും എനിക്കുള്ളതാട്ടോ എൻ്റെ കയ്യിലുള്ളത്.
അപ്പോൾ മൂന്നാളും കഴിച്ചു. ഫാത്തിമക്കുട്ടി പിന്നെ കൊടുത്തപ്പോൾ തുപ്പിക്കളയാണ് കേട്ടോ. അമ്മ വായിൽ വെച്ച് കൊടുത്തപ്പം അവൾക്ക് പനി കാരണം അവൾ ശരിക്കും തിന്നണില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ കഷ്ണാക്കി എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാലും ഒക്കെ ചേർത്തിയ കാരണം തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവള് നോക്കടി, സൂപ്പറായിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് അറിയില്ല, സൂപ്പറായി. മധുരം ഇഷ്ടല്ലാതെ പറയില്ല, മധുരത്തിൻ്റെ ആക്രാന്തം. സൂപ്പറായിട്ടില്ല. പശു പോലാണല്ലേ. പാൽപ്പൊടിയാണ്. അത്ത പാലിന് മണം കെട്ടിരിക്കണ നോക്കൂ. അത്ത എന്താണ് അഭിപ്രായം ചോദിക്കാം. അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? അതെയല്ലേ, വൈറ്റിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കളർ ചേർത്തണമെന്നൊന്നുമില്ല. റൈസ് കുട്ടി എങ്ങനെ ഉണ്ടാ? ഇഷ്ടപ്പെട്ടോ? റൈസുകുട്ടി എങ്ങനെയുണ്ട്? സൂപ്പർ എന്നാള്. ആ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അങ്ങനെ സേമിയ പായസം കുടിക്കാത്ത കുട്ടികളുടെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, തിന്നോളും. അതെന്നാ റൈസ് കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തോന്നും അല്ലേ?